Final round. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് പാർക്കുട്ടിയുടെ സ്കൂളിൽ സ്പോർട്സ് ഡേ ആണ്. അതിനായിട്ട് ഇന്ന് നമ്മൾ പാരൻസും കൂടെ പോകണം. ഞാൻ മേക്കപ്പ് ചെയ്ത് കൊടുത്തതിന് പുറമെ പാർക്കുട്ടിയും സ്വന്തം ഒന്ന് ഒരുങ്ങിയിട്ടുണ്ട്. അപ്പം അതെല്ലാം ഒന്ന് തുടച്ച് കളയായിരുന്നു കേട്ടോ. മോർണിംഗ് 9 മണിക്കാണ് നമ്മുടെ ഇനോഗ്രേഷൻ സെറമണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതിന് മുന്നേ നമുക്ക് അവിടെ എത്തണം. അപ്പം ഞങ്ങൾ രണ്ടുപേരും റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് അടുത്ത വീട്ടിലെ മുത്തശ്ശി റോഡിലൂടെ പോകുന്നുണ്ടായിരുന്നേ. മുത്തശ്ശീനോട് പോയെല്ലാം പറഞ്ഞ് ഞങ്ങൾ സ്കൂളിലേക്ക് പോവുകയാണ്. എങ്ങനെയൊക്കെ നേരത്തെ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ടെങ്കിലും പോകാൻ നേരത്ത് ഒരു ഓട്ടപ്പാച്ചിൽ അത് എന്നും പതിവാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് പാർക്കുട്ടിയുടെ സ്കൂളിലേക്ക് 2.5 കിലോമീറ്റേഴ്സ് ആണ് കേട്ടോ. ബാക്കി സ്കൂളിലെ വിശേഷങ്ങൾ കാണാം. പാർക്കുട്ടീനെ ക്ലാസ്സിലാക്കി കൊടുത്ത് ഞങ്ങളുടെ ഗ്രൗണ്ടിലേക്ക് പോയിട്ടുണ്ട്. ഇനോഗ്രേഷൻ സെറമണി എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ സ്പോർട്സ് തുടങ്ങുന്നത്. അപ്പം അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ ഇനി കാണിക്കുന്നത്. ഓപ്പണിംഗ് സെറമണിയിൽ ഫ്ലെയിം ലൈറ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ പീജൻ റിലീസാണ് ഇനി നടക്കാൻ പോകുന്നത് കേട്ടോ. ഇന്നത്തെ ഫംഗ്ഷൻ്റെ ചീഫ് ഗസ്റ്റായിട്ട് എത്തിയിട്ടുള്ള നാഷണൽ ലെവൽ വോളിബോൾ പ്ലെയർ ആയിട്ടുള്ള എൻ സുദർശനും സീനിയർ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ആയിട്ടുള്ള മിസ്റ്റർ ചിദാനന്ദ മൂർത്തിയും കൂടിയാണ് കേട്ടോ. നമ്മുടെ പാറക്കുട്ടിയുടെ ക്ലാസ്സിൻ്റെ മാർച്ച് പാസ്റ്റ് ആണ് കേട്ടോ. ഇതാണ് കേട്ടോ പാറക്കുട്ടിയുടെ മാം. നമ്മുടെ പാറക്കുട്ടി ഇതേ പോണു. ഇതിൽ പാറക്കുട്ടീനെ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അവളെ തെരയണത് കണ്ടിട്ട് മാം എന്നോട് ചോദിക്കുകയാണ് ലക്ഷ്മീനെ കണ്ടോന്ന് കേട്ടോ. എനിക്കെന്നെ സത്യത്തിൽ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ തെരയണത് കണ്ടിട്ടാണ് തോന്നുന്നു. അങ്ങനെ മാം എനിക്ക് കാണിച്ചു തരാണ് കേട്ടോ ചെയ്തത്. ഈ ഒരു സ്പോർട്സ് ഡേക്ക് ആയിട്ട് ഇവിടെ ഒരുപാട് ദിവസമായിട്ട് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇന്നിവിടെ ഇനോഗ്രേഷൻ സെറമണിക്ക് ശേഷം പ്രീ KG നഴ്സറി സ്റ്റുഡൻസിനൊക്കെ ആയിട്ടുള്ള LP സ്റ്റുഡൻസിനൊക്കെ ആയിട്ടുള്ള സ്പോർട്സ് ആണ് കേട്ടോ നടക്കുന്നത്. കുഞ്ഞു പിള്ളേരെല്ലാവരും ഒരുപാട് നല്ല പ്ലക്കാർഡ്സും ക്യൂട്ടായിട്ടുള്ള ക്രാഫ്റ്റൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇവരെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാന്ന് അറിയണത് തന്നെ ഭയങ്കര ഒരു ടാസ്ക്കാണ്. എല്ലാവരും കൂടി നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പോകുന്നത് കാണാനായിട്ട്.
ഇനോഗ്രേഷൻ സെറമണി കൂടി നടക്കുന്നുണ്ട് കേട്ടോ. ഇനി മുതൽ ഇതിൻ്റെ ട്രെയിനിങ് കൂടി ഇവിടുന്ന് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഇവരുടെ സ്കൂളിൽ കരാട്ടെ, കൊക്കോ, കബഡി, ഹാൻഡ് ബോൾ, ത്രോ ബോൾ തുടങ്ങി ഒരുപാട് സ്പോർട്സ് ഐറ്റംസ് ഇവരുടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി ഈ ഒരു സ്പോർട്ട് ഐറ്റം കൂടി ഇവരിതിൽ ചേർത്തിട്ടുണ്ട്. സ്റ്റുഡൻസും ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ. അപ്പം ഇതോടുകൂടി ഇവിടുത്തെ ഇനോഗ്രേഷൻ സെറമണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കുഞ്ഞു പിള്ളേരുടെ സ്പോർട്സ് ഐറ്റംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. UP ഹൈസ്കൂൾ സ്റ്റുഡൻസിനൊക്കെ നാളെയാണ് സ്പോർട്സ്. അപ്പം ഇന്ന് നമ്മുടെ കുഞ്ഞു പിള്ളേർ ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള പ്രിപ്പറേഷൻസിലാണ്. അപ്പോൾ ഫസ്റ്റ് pre-KG LKG സ്റ്റുഡൻസിൻ്റെയാണ് കേട്ടോ. പാരറ്റ് റേസും ഫ്രൂട്ട് റേസും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പാരറ്റ് റേസ് pre-KG സ്റ്റുഡൻസ് ആണ്. അപ്പുറത്തെ സൈഡിൽ നമ്മുടെ LKG സ്റ്റുഡൻസ് ആണ് കേട്ടോ. ഇനി നമ്മുടെ പാറുക്കുട്ടീനെ കാണണ്ടേ? ഇതിൽ സെക്കൻഡ് നിൽക്കണ ചെറിയാണ് കേട്ടോ നമ്മുടെ പാറുക്കുട്ടി. ചെസ് എല്ലാവരും അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ പാറുക്കുട്ടി ഓടി സെക്കൻഡ് പൊസിഷനിലാണ് കേട്ടോ ആളെത്തിയിട്ടുള്ളത്. അതുപോലെ LKG A സെക്ഷൻ തന്നെ ഒരുപാട് സെറ്റ് ഓഫ് സ്റ്റുഡൻസിനെ മത്സരിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ഫൈനലി സെമി ഫൈനൽ റൗണ്ടിൽ ഫസ്റ്റും സെക്കൻഡും കുട്ടികളെ വെച്ച് മത്സരിപ്പിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ പാറുക്കുട്ടി ഓറഞ്ചാണ് കേട്ടോ. ആൾക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവളുടെ മനസ്സിൽ അവൾക്ക് എന്തൊക്കെയോ സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാണ് കേട്ടോ. പക്ഷേ ഞാൻ അവളെടുത്ത് ആശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും സാരില്ല, പാറുക്കുട്ടി അടിപൊളിയായിട്ട് മത്സരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ നെക്സ്റ്റ് മത്സരം നമ്പർ മാച്ചിങ് ആണ് കേട്ടോ. അതിൽ ഫസ്റ്റ് പാറുക്കുട്ടിക്ക് ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ സെമി ഫൈനൽ വന്നപ്പോൾ പാറുക്കുട്ടിക്ക് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പ്രൈസ് കിട്ടിയോ ഇല്ലേ എന്നതിനേക്കാളുപരി അതിൽ നല്ലൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ പങ്കെടുക്കാൻ അവൾ ഭയങ്കര എനർജറ്റിക്കായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ಹೇಳ್ಬಾರ್ದು. ಅವ್ರು ಮ್ಯಾಚ್ ಮಾಡ್ತಾರೆ, ಮ್ಯಾಚ್ ಮಾಡಕ್ ನೀವು ಟೈಮ್ ಕೊಡಿ. ಕನ್ಫ್ಯೂಸ್ ಮಾಡಬೇಡಿ ಅವ್ರಿಗೆ. ಕನ್ಫ್ಯೂಸ್ ನೋ 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 ಅನ್ವಿ ಫಾಸ್ಟ್ ಆಗಿ ಜೋಡಿಸಿ ರನ್ ಮಾಡಬೇಕು. ആൻഡ് ഫൈനലി ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് മാച്ച് ചെയ്യുന്ന ഒരു ഗെയിമായിരുന്നു കേട്ടോ. ഈ ഒരു 3 സെറ്റ് ഓഫ് ഗെയിംസാണ് നമ്മുടെ LKG സ്റ്റുഡൻസിനായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആ കുട്ടികൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. ചില കുട്ടികൾ കരയണുണ്ടായിരുന്നു, എനിക്ക് സമ്മാനം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ പാറുക്കുട്ടിക്കാണെങ്കിൽ അവൾക്ക് 2 എണ്ണത്തിൽ പ്രൈസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ നടക്കണുണ്ടായിരുന്നത്. അതിൽ സെമി ഫൈനലിൽ കിട്ടിയിട്ടില്ല എന്നുള്ളത് ആൾക്ക് പറഞ്ഞിട്ട് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കുറച്ചൊരു മടി ഉണ്ടായിരുന്നേ. ഇങ്ങനെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്തപ്പോൾ ആൾ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. ചില കുട്ടികളൊക്കെ കരയുന്നുണ്ടായിരുന്നു കേട്ടോ, പ്രൈസ് കിട്ടിയില്ല എന്നും പറഞ്ഞ്. ഇതിനിടയിൽ പാറുക്കുട്ടിക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വന്ന് കുറച്ച് നേരം കൂടി വേറെ പിള്ളേരുടെ സ്പോർട്സൊക്കെ ഒന്ന് കണ്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. പാറുക്കുട്ടിയാണ് കേട്ടോ ആ സ്റ്റിക്ക് മാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീഡിയോസ് എല്ലാം അവിടെ ആയിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇത് മാം ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. അപ്പം ഇത് LP സ്റ്റുഡൻസിൻ്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഓർ സെക്കൻഡ് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിൻ്റെ സ്പോർട്സാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കൂടി അതൊക്കെ ഒന്ന് നോക്കി നിന്ന് ഞങ്ങളിത് പോകാനായിട്ട് ഇറങ്ങുമ്പോഴാണ് നമ്മുടെ UKG സ്റ്റുഡൻസിൻ്റെ കപ്പ് പെറുക്കൽ മത്സരമാണ് കേട്ടോ ഈ നടക്കുന്നത്. ഇങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മത്സരങ്ങളാണ് കേട്ടോ ഇന്നിവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. ഓരോ ക്ലാസ്സിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ ഐറ്റംസ് ആണ് കേട്ടോ. പിന്നെ ഇന്നിവിടെ ടീച്ചേഴ്സിന് എല്ലാവർക്കും വൈറ്റ് ആൻഡ് ബ്ലൂ ഡ്രസ് കോഡാണ് കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാവരും കാണാനായിട്ട്. അങ്ങനെ ഗൈസ് ഞങ്ങളിത് അവിടുന്ന് തിരിച്ചു പോവുകയാണ്. പാറുക്കുട്ടിക്ക് ഇവിടുന്ന് ഒരു ബലൂണൊക്കെ കിട്ടിയപ്പം ആൾ നല്ല ഹാപ്പി ആയിട്ടുണ്ട്. സമ്മാനം കിട്ടാത്തതിലുള്ള ഒരു പരിഭവമൊക്കെ അതിൽ കവറായി പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ വീട്ടിലേക്ക് പോകാനായിട്ട് ആൾ നിർബന്ധം കൂട്ടി തിരക്ക് പിടിച്ച് നടക്കുമായിരുന്നു. ബിക്കോസ് ഇന്ന് രാവിലെ പാറുക്കുട്ടിക്ക് അങ്കിള് ഒരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കളറിങ് സെറ്റാണ്. ആൾക്കത് അൺബോക്സ് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. ഇല്ലെങ്കിൽ ആൾ അൺബോക്സ് ചെയ്തിട്ടേ എന്തായാലും സാരില്ല, പാറുക്കുട്ടി നല്ല അടിപൊളിയായിട്ട് മത്സരിച്ചിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് ഒന്നും ആയില്ലെങ്കിലും സാരില്ല, പാറുക്കുട്ടി അടിപൊളിയായിട്ട് മത്സരിച്ചിട്ടുണ്ട് അല്ലേ? സെമി ഫൈനലിലാണ് പോയത്. സാരില്ല, ഫസ്റ്റ് ടൈം അല്ലേ അല്ലേ? അപ്പൊ നമ്മള് പോവല്ലേ?
എന്താ പറയാ അങ്കിളിന്റെ ഗിഫ്റ്റ് പഠിക്കാം. ആ ഇന്നിപ്പോ കുട്ടി സ്കൂളിൽ നിന്ന് വന്ന പാടെ അങ്കിള് കൊടുത്തിട്ടുള്ള ഈ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാനുള്ള പരിപാടിയിലാണ് കേട്ടോ. വാ guys, ഡ്രസ്സ് പോലും മാറ്റാനുള്ള നേരമില്ല. വാ guys, പൊട്ടിച്ചോക്കാം. പൊട്ടിച്ചോക്കട്ടാ. നോക്ക് guys, ഷാർപ്പായിട്ട് പെൻസിൽ ഇവിടെ ഇങ്ങനെ വെക്കുക. ഇവിടെ ഒരു eraser കൂടി ഉണ്ട് guys. eraser ഉണ്ട്. ഇതെന്ത് സാധനം? നോക്കട്ടെ ഗൈസ്, ഇതെന്താണെന്ന്. അയ്യോ, ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. ഇവിടെ കൂടി ഓപ്പൺ ചെയ്തോക്കാം. ഇതവിടെ ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. ക്രയോൺസ് ആണോ? ഗൈസ്, ഇത് ക്രയോൺസ് ആണ്. ആ ഇത് ചിൽഡ്രൻസ് ഡേന്റെ ഗിഫ്റ്റ് ആണ് കേട്ടോ അങ്കിള്. ഗൈസ് നോക്ക്, ഇത് സ്കെച്ച് ആണ്. ബുക്കിൽ കളിക്കുന്ന ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. നോക്ക് ഗൈസ്, ഇതെന്താ സാധാരണ പെൻസിൽ കളർ ആണത്. നോക്ക് ഗൈസ്, പെൻസിൽ കളറാണോ അല്ലെങ്കിൽ പെൻസിൽ കളർ ആണടാ അത്. നോക്ക് ഗൈസ്, അതെ അതേ സെയിം കളറാണ് ഇത്. ഓക്കെ. ഇനി എന്താ ഉള്ളത്? ഇത് വെയിറ്റ് ചെയ്യണം. എനിക്കൊരു സ്കെയിലുണ്ട് കേട്ടോ ഗൈസ്. സ്കെയിലിടാ അവിടെ. ഇതെങ്ങനെ പൊട്ടിക്കും കൂടി അറിയില്ല ഗൈസ്. ഇവിടെ ഇല്ല, ഷാർപ്പണറും കൂടി ഇല്ല ഗൈസ്. നോക്ക് ഗൈസ്, ഷാർപ്പണർ. ഇത് ഇതിങ്ങനെ പാറുക്കുട്ടിക്ക് ചിൽഡ്രൻസ് ഡേ ഗിഫ്റ്റ് ആയിട്ട് അങ്കിള് കൊടുത്തതാണ് കേട്ടോ. അതന്നെ ഗൈസ്, അമ്മ പറഞ്ഞത് ശരിയാണേ. ഓ ആയിക്കോട്ടെ ഗൈസ്. അപ്പൊ നമുക്ക് ഭക്ഷണം കഴിച്ചാലോ? അപ്പൊ നമുക്ക് ഇതന്നെ. അയ്യോ, അപ്പം ഭക്ഷണം സ്പോർട്സ് കഴിച്ചാലോ? ഡേ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നതാണ്. അപ്പൊ നമ്മൾ സ്പോർട്സ് ഡേ ഒക്കെ വന്ന് കഴിഞ്ഞാലാണ്. ബൈ ബൈ. അപ്പൊ ബൈ ഗൈസ്. ബൈ ഗൈസ്.